കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം കഴിഞ്ഞിരിക്കുന്നു. മുതിർന്ന നേതാക്കൾ പുറത്തേക്ക് വരുന്നു. മാധ്യമപ്രവർത്തകർ പ്രതികരണം തേടുന്നുണ്ട്. മണിക്കൂറുകൾ നീണ്ട കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിനാണ് ഇപ്പോൾ പരിസമാപ്തിയായിരിക്കുന്നത്. ഡൽഹി AICC ആസ്ഥാനത്തിന് മുൻപിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണിപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. മുതിർന്ന നേതാക്കൾ പുറത്തേക്ക് ഗുലാം നബി ആസാദ്, ആനന്ദ് ശർമ്മ എന്നിവരെ ദൃശ്യങ്ങളിൽ കാണാം. നേതാക്കളുടെ പ്രതികരണം തേടുകയാണ് മാധ്യമപ്രവർത്തകർ. പ്രതികരിക്കാതെ അവർ മടങ്ങുന്നു. അല്പസമയം മുൻപാണ് കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം പൂർത്തിയായത്. ഡൽഹി AICC ആസ്ഥാനത്തിന് മുൻപിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണിപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഔദ്യോഗിക വാർത്താ സമ്മേളനം ഉണ്ടാകുന്നതാണ്. सोनिया जी कह रही थी संगठन में जो करना हो, जो बल सैक्रिफाइस देना हो, मैं तैयार हूँ। सबने यही सहमति बनी के लिए आप नेतृत्व करते रहिए और हम लोग एक बहुत मजबूत विपक्ष की भूमिका निभाएंगे। राहुल जी की तरफ से कार्य समिति से कोई रेजिग्नेशन? राजीव जी മുതിർന്ന നേതാക്കൾ പ്രതികരിക്കാൻ തയ്യാറായില്ല. പക്ഷേ രാജീവ് ശുക്ലയാണ് ഇപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞത്. പക്ഷേ അതിൽ രാഹുൽ ഗാന്ധിയുടേതടക്കമുള്ള രാജിക്ക് സാധ്യതയുണ്ടോ എന്ന ചോദ്യത്തിന് അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല. നിതിൻ അംബുജൻ തത്സമയ വിവരങ്ങളുമായി ചേരുന്നു. നിതിൻ, ഇപ്പോൾ മുതിർന്ന നേതാക്കൾ പ്രതികരിക്കാതെ ഗുലാം നബി ആസാദ് അടക്കം വാഹനത്തിൽ കയറി പോവുകയാണ് ഉണ്ടായത്. അനുജ, അങ്ങനെ തന്നെയാണ് ഇപ്പോൾ AICC ആസ്ഥാനത്തെ ഒരു അന്തരീക്ഷം. കാരണം മുതിർന്ന നേതാക്കളൊന്നും തന്നെ ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ പ്രതികരണം നടത്തിയിട്ടില്ല. 8:45 വാർത്താ സമ്മേളനം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ AICC-യിൽ നിന്നും ലഭിച്ച അറിയിപ്പ്. എന്തായാലും ഒരു 4.5 മണിക്കൂറോളം ചർച്ച. നിതിൻ, തുടരാം. ദിഗ്വിജയ് സിംഗ് ആണ് ഇപ്പോൾ പ്രതികരിച്ചത്. കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞില്ല. നിതിൻ, തുടരും. എന്താണ് യോഗത്തിലുണ്ടായ തീരുമാനം സംബന്ധിച്ച് ഇതുവരെ വ്യക്തമായ ഒരു പ്രതികരണം നൽകിയിട്ടില്ല. എങ്കിലും നമ്മൾ മനസ്സിലാക്കുന്ന പ്രകാരം ഒരു 4.5 മണിക്കൂർ നീണ്ട ചർച്ചയിൽ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ ഉണ്ടായി എന്നാണ്. എന്തായാലും അല്പസമയത്തിനും തന്നെ ഏകദേശം ഒരു 10 മിനിറ്റും തന്നെ കോൺഗ്രസിന്റെ ഒരു വാർത്താ സമ്മേളനം നടക്കും. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വ്യക്തമാക്കുമെന്നാണ് അദ്ദേഹം ഇപ്പോൾ മുതിർന്ന നേതാക്കളൊക്കെ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ബൽറാം നെടുങ്ങാടി കൂടി ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബൽറാം, യോഗം പൂർത്തിയായി, നേതാക്കൾ പുറത്തേക്ക് ഇറങ്ങുന്നു, ഔദ്യോഗിക വാർത്താ സമ്മേളനം ഉണ്ടാകും. എന്തൊക്കെ ചർച്ചകൾ നടന്നു, എന്തൊക്കെ തീരുമാനങ്ങൾ അറിയാൻ കഴിയുന്നുണ്ടോ? ഉന്മേഷ്, നിലവിൽ നേതാക്കൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയാണ് യോഗത്തിന് ശേഷം വസതിയിലേക്ക് മടങ്ങുന്നത്. എന്തായാലും ഈ യോഗം കഴിഞ്ഞ് ഇറങ്ങിയ നേതാക്കൾ ആരും തന്നെ ഈ വിഷയത്തിൽ യോഗത്തിലെ തീരുമാനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഔദ്യോഗികമായ തീരുമാനങ്ങൾ അല്പസമയത്തിനകം തന്നെ മാധ്യമങ്ങളെ അറിയിക്കും എന്നാണ് വ്യക്തമാക്കിയത് എല്ലാ നേതാക്കളും തന്നെ. എന്തായാലും ഈ യോഗം ഗുണപരമായിരുന്നു എന്ന ഒരു പ്രതികരണമാണ് ദിഗ്വിജയ് സിംഗ് ഉൾപ്പെടെയുള്ളവർ നടത്തിയിരിക്കുന്നത്. എന്നാൽ കൂടുതൽ തീരുമാനങ്ങൾ, കൂടുതൽ കാര്യങ്ങൾ യോഗത്തിന് ശേഷം നേതാക്കൾ തന്നെ ഔദ്യോഗികമായി വാർത്താ സമ്മേളനത്തിൽ അറിയിക്കും എന്നുമാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. നിർണായക തീരുമാനങ്ങൾ ഈ യോഗത്തിൽ ഉണ്ടായി എന്ന് തന്നെയാണ് ഈ നേതാക്കളുടെ ഈ പെരുമാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിന്നും ശരീരഭാഷയിൽ നിന്നും വ്യക്തമാകുന്നത്. എന്തായാലും യോഗത്തിൽ സംതൃപ്തിയുണ്ടോ എന്ന ചോദ്യത്തിന് 1-2 വാചകങ്ങളിലുള്ള മറുപടികൾ മാത്രമാണ് ഈ നേതാക്കൾ ഗുലാം നബി ആസാദ് ഉൾപ്പെടെയുള്ള മായി തന്നെ അറിയിക്കുമെന്ന നിലപാടാണ് എല്ലാ നേതാക്കളും തന്നെ പങ്കുവച്ചിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ യോഗത്തിലെ തീരുമാനങ്ങൾ സംബന്ധിച്ച് ഉള്ള കാര്യങ്ങൾ ഔദ്യോഗികമായി തന്നെ വാർത്താ സമ്മേളനത്തിൽ അറിയിക്കും. നിലവിൽ ഇപ്പോൾ മറ്റ് നേതാക്കളും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് യോഗത്തിന് ശേഷം. എന്തായാലും പ്രധാന നേതാക്കൾ നേരത്തെ ഈ നേതൃത്വത്തിനെതിരെ പരസ്യ പ്രതികരണം ഉൾപ്പെടെ നടത്തുകയും നേതൃമാറ്റം എന്ന ആവശ്യം ഉന്നയിച്ച G23 നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഈ യോഗത്തിന് ശേഷവും ഒരു നിലപാട് എന്താണ് യോഗത്തിൽ ഉന്നയിച്ച വിഷയങ്ങൾ അല്ലെങ്കിൽ ഉന്നയിച്ച വിഷയങ്ങൾ പരിഹരിക്കാനുള്ള നടപടികളോ തീരുമാനങ്ങളോ ഈ യോഗത്തിലുണ്ടോ എന്നീ കാര്യങ്ങൾ പോലും പ്രതികരിക്കാൻ എന്തായാലും ഇതുവരെയും തയ്യാറായിട്ടില്ല. അവരുടെ ശരീരഭാഷയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്താണ്? അവർ സംതൃപ്തരായി മടങ്ങി എന്ന തരത്തിലേക്കാണോ അവരുടെ പോക്ക്?
पर्चा भरें और उनको तैयार करें कि आगे जो चुनाव होने वाले हैं राज्यों में और जो चुनाव होने वाला है लोकसभा का, उसके लिए वो पूरी तरह से तैयारी करें। कौन नए चुनावों किस तरह से कोई लीड करेगा, इससे बातचीत आगे किस तरह से आगे बढ़ना है? अभी तो संगठन के चुनाव होंगे, उन चुनावों का जो परिणाम होगा उसके आधार पर सब निर्णय लिया जाएगा। कोई नाम ऐसा कुछ निकल के आया हो या फिर हार की जवाबदेही तय हुई? सबने जो इसके इंचार्ज थे सबने कहा कि वो इसके लिए जिम्मेदार हैं, मगर किसी ने दूसरे पर आरोप नहीं लगाया कि आप जिम्मेदार हैं। क्या गांधी परिवार की तरफ से कुछ बोला गया? मैडम ने कहा कि शी कैन स्टेप बैक इफ पार्टी वांट्स। वो क्या मैम ने ऐसा कहा है? देखिए, उन्होंने अपने भाषण में कहा है कि जो सब की राय होगी वैसा वो करेंगे। राय मतलब कि एक उस बैठक में किस तरफ मुड़े हैं कि क्या हो सकता है ऐसा कि शायद वो स्टेप बैक करें? ऐसा तो कुछ नहीं हुआ, ऐसा कुछ लेकिन नहीं। अगर राय में भी निकलता है तो इस चीज को राय मानने को तैयार हैं? राय नहीं निकली ऐसी राय नहीं निकली। सोनिया जी अध्यक्ष रहेंगी कांग्रेस? हाँ जी। തീരുമാനം വരുന്നു. സോണിയാഗാന്ധി തുടരും എന്നുള്ള വാർത്ത ഇപ്പോൾ വരുന്നു. ആർ രാധാകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നു. ആർ കെ, സോണിയാഗാന്ധി അധ്യക്ഷ സ്ഥാനത്ത് തുടരുമല്ലേ? തീർച്ചയായിട്ടും പ്ലീനറി സമ്മേളനം വരെ സോണിയാഗാന്ധി അധ്യക്ഷതയെ തുടരും എന്നാണ് തീരുമാനം. പ്ലീനറി സമ്മേളനം സെപ്റ്റംബറിന് മുമ്പായിട്ട് പൂർത്തിയാകും. ഈ പ്ലീനറി സമ്മേളനത്തിലായിരിക്കും asked to prepare for the coming state elections and the Lok Sabha election. So the leadership will not change. No, this is not. That is because the organizational elections are taking place. They are already in the process. No sudden change in the leadership. Because the organizational elections are in the process. Okay, ma'am. Thank you. ഇപ്പോൾ സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു, അതുകൊണ്ട് തൽക്കാലത്തേക്കൊരു നേതൃമാറ്റം ഉണ്ടാകില്ല എന്നാണ്. ബൽറാം, അങ്ങനെ തന്നെയല്ലേ? പ്രതികരിച്ചിരിക്കുന്നത് സംഘടനാ തിരഞ്ഞെടുപ്പ് ഉടൻ തന്നെ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു നേതൃമാറ്റം ഉടൻ ഉണ്ടാകില്ല എന്ന തീരുമാനമാണ് യോഗം കൈക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് മീരാകുമാർ വ്യക്തമാക്കിയത്. തൽക്കാലത്തേക്ക് നേതൃമാറ്റം ഉണ്ടാവില്ല. ഈ വിഷയങ്ങൾ ഉൾപ്പെടെ യോഗത്തിൽ ചർച്ചയാവുകയും എല്ലാ തിരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വിശദമായി തന്നെ ചർച്ച ചെയ്യുകയും ചെയ്തു. എന്തായാലും നേതൃമാറ്റം ഉടൻ ഇല്ല എന്ന് തന്നെയാണ് യോഗത്തിന് ശേഷം പ്രതികരിച്ചിരിക്കുന്നത്. സംഘടനാ തിരഞ്ഞെടുപ്പ് നടത്തുകയും ഈ സംഘടനാ തിരഞ്ഞെടുപ്പിലായിരിക്കും ഇതും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള തീരുമാനം കൈക്കൊള്ളുക. ബൽറാം തുടരുക. ഇപ്പോൾ ആർ രാധാകൃഷ്ണൻ വീണ്ടും ചേരുന്നുണ്ട്. തീരുമാനങ്ങൾ ആർക്ക് വിശദീകരിക്കും? ആർക്കെ, സോണിയാഗാന്ധി അധ്യക്ഷ സ്ഥാനത്ത് തുടരുന്നു. മറ്റെന്തൊക്കെ തീരുമാനങ്ങളുണ്ട് യോഗത്തിൽ, പ്രവർത്തക സമിതിയിൽ? ആർക്കെ, चिंतन शिविर कीजिएगा, मैं उम्मीद करता हूँ राजस्थान होगा और बाकी अच्छा डिस्कशन हुआ। आपको अभी प्रेस ब्रीफिंग होगी तो आपको सब बातें मालूम पड़ रहा है। രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട്. ആർക്കെ, തുടരാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പാർട്ടിയെ ശക്തമാക്കാൻ ഗുണകരമെന്ന നിലപാടിൽ സ്വീകരിക്കുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നടന്നുവരുന്ന സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ യോഗം തീരുമാനിക്കുകയായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ സുതാര്യമായി നടത്താൻ ഉള്ള നടപടികൾ വേണം എന്ന നിർദ്ദേശം ഗുലാം നബി ആസാദ് മുന്നോട്ട് വെച്ചു. ആ നടപടിയെ അംഗീകരിക്കുന്ന വിധത്തിലാണ് സോണിയാഗാന്ധിയുടെ ഭാഗത്തു നിന്ന് പ്രതികരണം ഉണ്ടായത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സോണിയാഗാന്ധി അതുവരെയുള്ള സമയം താൽക്കാലിക അധ്യക്ഷ സ്ഥാനത്ത് തുടരാൻ എന്ന തീരുമാനമാണ് ഇപ്പോൾ യോഗം കൈക്കൊണ്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധി അധ്യക്ഷനാകണം എന്ന ആവശ്യം രാജസ്ഥാൻ മുഖ്യമന്ത്രി ഉന്നയിച്ചു. അശോക് ഗെഹ്ലോട്ടിന്റെ ആവശ്യം പക്ഷേ രാഹുൽ ഗാന്ധി അംഗീകരിക്കാനായി തയ്യാറായില്ല. വളരെ വിപുലമായ ഒരു ആമുഖ പ്രഭാഷണമാണ് സോണിയാഗാന്ധി നടത്തിയിരുന്നത്. സോണിയാഗാന്ധി പറഞ്ഞതനുസരിച്ച് പാർട്ടിയിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന സാഹചര്യം, തെരഞ്ഞെടുപ്പ് പരാജയങ്ങളുടെ എല്ലാം ഉത്തരവാദിത്വം അത് ഒരു കൂട്ടുത്തരവാദിത്വമായി കണക്കാക്കണം. എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കാനായി തയ്യാറാകണം. പരസ്യ വിമർശനങ്ങൾ ഒഴിവാക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തണം എന്ന നിലപാടാണ് സ്വീകരിച്ചത്. എന്നാൽ ഗുലാം നബി ആസാദിന്റെ നേതൃത്വത്തിൽ G23 നേതാക്കന്മാർ രൂക്ഷമായിട്ടുള്ള വിമർശനം കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഉന്നയിച്ചു. വിമർശനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പരിഹരിക്കേണ്ടവ പരിഹരിച്ചുകൊണ്ടും മുന്നോട്ട് പോകാൻ തയ്യാറാണ് എന്ന നിലപാടാണ് ദേശീയ നേതൃത്വം സ്വീകരിച്ചത്. ആവശ്യമായിട്ടുള്ള ഘട്ടങ്ങളിൽ പ്രവർത്തക സമിതി ചേരാനും നാളെ മുതൽ ആരംഭിക്കുന്ന പാർലമെന്റ് യോഗത്തിൽ വളരെ ശക്തമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കാനും ഉള്ള തീരുമാനവും യോഗം കൈക്കൊണ്ടിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ പ്ലീനറി സമ്മേളനം എന്നുള്ളത് എപ്പോൾ നടത്താനാണ് എന്ന തീരുമാനം കൂടി ഇന്ന് യോഗത്തിൽ കൈക്കൊണ്ടോ രാധാകൃഷ്ണൻ?
പ്ലീനറി സമ്മേളനത്തിന്റെ തീയതി അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു ധാരണ എത്തിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. സെപ്റ്റംബറിന് മുമ്പ് പൂർത്തിയാകുന്ന വിധത്തിൽ തന്നെയാണ് പ്ലീനറി സമ്മേളനം നടക്കുക. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായി പുതിയ അധ്യക്ഷൻ ചുമതലയേൽക്കാൻ പാകത്തിൽ നടപടികൾ പൂർത്തിയാക്കും എന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഈ നടപടികളുമായി ബന്ധപ്പെട്ട് നേരത്തെ നോമിനേഷൻ അടക്കമുള്ള രീതിയിൽ കാര്യങ്ങൾ എത്തും എന്ന രീതിയിൽ സൂചനയുണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തെരഞ്ഞെടുപ്പുമായി തന്നെ മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നു. ഈ പ്ലീനറി സമ്മേളനത്തിനായിട്ടുള്ള നടപടികളും വളരെ വേഗത്തിൽ ആരംഭിക്കാനുള്ള തീരുമാനവും യോഗം കൈക്കൊണ്ടിട്ടുണ്ട്. ശരി, എന്തൊക്കെ തീരുമാനങ്ങൾ യോഗത്തിലുണ്ടായി എന്നറിയാം. അല്പസമയത്തിനകം നേതാക്കളുടെ വാർത്താ സമ്മേളനം ഉണ്ടാകും. ആ വാർത്താ സമ്മേളനത്തിലേക്ക് വാർത്താമഴ എത്തും. After that, Congress Working Committee members, including all the senior leaders, openly participated in the discussion to analyze the results. It was a sincere discussion, very fruitful discussion happened in the working committee, and working committee unanimously accepted a statement which I am going to read out. The recent assembly election results of 5 states are a cause of serious concern for the Indian National Congress. The party accepts that due to shortcomings in our strategy, we could not effectively expose ഡൽഹിയിൽ AICC ആസ്ഥാനത്ത് നടക്കുകയാണ്. സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നു. വളരെ ഫലപ്രദമായ ചർച്ചകളാണ് യോഗത്തിൽ ഉണ്ടായത് എന്നാണ് KC വേണുഗോപാൽ വിശദീകരിച്ചത്. prevailing in the country today, and the party is fully conscious of its immense responsibility. The CWC expresses its gratitude to millions of Congress workers and leaders across the 5 states who work tirelessly for the party and its candidates. While humbly accepting the electoral verdict of the latest round of assembly elections, the Congress party assures its workers and the people of India that it will continue to remain a vigilant and vibrant opposition. Congress party will fully prepare to face the electoral challenges in the election-going states in 2022 and 2023, as well as in the Lok Sabha election 2024. CWC unanimously reaffirms its faith in the leadership of Srimati Sonia Gandhi and requests the Congress President to lead from the front, address the organizational weakness, effect necessary and comprehensive organizational changes in order to take on the political challenges. And CWC also decided to have a detailed deliberation on the party strategy and way forward in the upcoming elections in 2022, 23 and 24. A Chindan Shivir of the senior leaders will be held immediately after the current parliament session. Before the Chindan Shivir, the CWC will meet once again to discuss the matters to be taken up in the meeting, including the organizational changes and the strategies. Honorable Congress President will immediately take up the immediate correction measures to revamp and re-strengthen the organization. This is what we decided today's working committee. बहुत बहुत शुक्रिया महासचिव संगठन श्री KC वेणुगोपाल का। आदरणीय साथियों, बहुत संक्षिप्त में अगर मैं ये कहूँ, जैसा वेणुगोपाल जी ने बताया, आज लगभग 5 घंटे तक कांग्रेस कार्य समिति की बैठक अखिल भारतीय कांग्रेस कमेटी के इस प्रांगण में हुई। लगभग सभी नेताओं ने बड़े खुले मन से अपने अपने विचार रखे, बड़े खुले मन से चर्चा हुई
जहां जहां हमारी कमियां हैं और जहां जहां हमारी ताकत हैं, उन सब का गहन चिंतन से अवलोकन किया गया। खुले मन से और साफ दिल से उस पर चर्चा हुई। सभी नेताओं ने अपने विचार रखे और उस सारी मंत्रणा का जो सार था वो एक कांग्रेस कार्य समिति के बयान के तौर पर श्री केसी वेणुगोपाल जी ने आपको पढ़कर सुनाया है। उसका हिंदी रूपांतर मैं आपको बताऊंगा। कांग्रेस कार्य समिति द्वारा जारी वक्तव्य। 5 राज्यों के विधानसभा चुनाव परिणाम भारतीय राष्ट्रीय कांग्रेस के लिए गंभीर चिंतन का विषय है। पार्टी का यह मानना है कि अपनी रणनीति में खामियों के चलते हम जहां 4 राज्यों में भाजपा सरकारों के कुशासन को प्रभावी ढंग से उजागर नहीं कर पाए, वहीं पंजाब राज्य में नेतृत्व बदलाव के 5 राज्यों के विधानसभा चुनाव परिणाम भारतीय राष्ट्रीय कांग्रेस के लिए गंभीर चिंतन का विषय है। पार्टी का यह मानना है कि अपनी रणनीति में खामियों के चलते हम जहां 4 राज्यों में भाजपा सरकारों के कुशासन को प्रभावी ढंग से उजागर नहीं कर पाए, वहीं पंजाब राज्य में नेतृत्व बदलाव के बाद मिले सीमित समय में सत्ता विरोधी लहर पर काबू नहीं पाया जा सका। कांग्रेस पार्टी देश में आज व्यापक राजनीतिक निरंकुशता के खिलाफ करोड़ों भारतीयों की आशाओं का प्रतिनिधित्व करती है और अपनी इस जिम्मेवारी के प्रति पूरी तरह से सजग और जागरूक है। कांग्रेस कार्य समिति लाखों कांग्रेस कार्यकर्ताओं और नेताओं के प्रति अपना आभार व्यक्त करती है, जिन्होंने 5 राज्यों के इन चुनावों में पार्टी और उसके उम्मीदवारों के लिए अथक परिश्रम किया। कांग्रेस पार्टी अपने कार्यकर्ताओं और भारत के लोगों को आश्वस्त करती है